ക്രൂശിതന്റെ ശബ്ദനാദങ്ങൾ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ഡീക്കൻ എഡ്വിൻ കൊമ്പൻ. ഇതാണ് എൻ്റെ കൊച്ചു ഭവനം. വീട് പൂക്കൂട് എന്ന സ്ഥലത്താണ്. വരാക്കരയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ട് എല്ലാവരെയും ഒറ്റ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇതെൻ്റെ അപ്പച്ചൻ തോമസ്. അപ്പച്ചൻ ഡ്രൈവറാണ്. പിന്നെ ഇത് അമ്മ റീന, അമ്മ വീട്ടിൽ തന്നെ. ഇതെൻ്റെ പെങ്ങൾ ഇവാഞ്ചലിൻ. എല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു ഭവനത്തിൽ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ എഡ്വിൻ, രണ്ടാമത്തെ മകൾ ഇവാഞ്ചലിൻ. അതിന് മൂത്ത മകന് പട്ടത്തിന് പഠിക്കാനും വളരെ ആഗ്രഹമായിരുന്നു. അതിന് സമ്മതം ചോദിച്ചപ്പോൾ പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ അവൻ പട്ടത്തിന് പഠിക്കാൻ ചേർന്നു. പഠനത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ മുന്നേറി ഈ 12 വർഷത്തെ പഠനം പൂർത്തിയാക്കി തിരുപ്പടത്തിനായിട്ട് അടുത്ത ദിവസങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഈ മകന് വേണ്ടി ജീവിതകാലം മുഴുവൻ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം നയിക്കാനും വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം. മെയ് 1 വരാക്കര ഉണ്ണീശ പള്ളിയിൽ പട്ടത്തിന് എല്ലാവരും വന്നോളും. ഈശോശസ്തുതായിരിക്കട്ടെ. ഈശോത്തെ സ്നേഹം നിറഞ്ഞവരെ, ഇത് വരാക്കര ഉണ്ണിവിശുദ്ധ ദേവാലയമാണ്. ഇതാണ് വികാരി അച്ഛൻ ജേസൻ ചിറ്റലപ്പള്ളി അച്ഛൻ. അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ഇടവയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണിത്. ഡീക്കൻ എഡ്വിൻ കൊമ്പിൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിനായിട്ട് ഈ ഇടവക മുഴുവനായിട്ട് ഒരുങ്ങുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നു. ഒപ്പം ഇവിടെ ഭൗതികമായ ഒരുക്കങ്ങളും ആത്മീയമായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മെയ് 1 തിരുപ്പട്ടം. അന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് പിതാവിനും ഡീക്കനും സ്വീകരണം വെച്ചിരിക്കുന്നത്. ആ സ്വീകരണത്തിന് ശേഷം തിരുപ്പട്ട ദാന ശുശ്രൂഷയും അതിനോട് ചേർന്ന എല്ലാ ചടങ്ങുകളും ഉണ്ടായിരിക്കും. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ കൂട്ടായ്മയിൽ അതിനുള്ള ഒരുക്കത്തിലായിരിക്കുകയാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയരുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ്, ഇനിയും എന്തുമാത്രം ഞാൻ ക്രിസ്തുവിനെ സ്വന്തമാക്കി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാം, ഞാൻ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറുന്നു എന്ന്. ഇത് ഡീക്കനെ സംബന്ധിച്ചിടത്തോളം പഴയതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടും പുതിയതിനെ ലക്ഷ്യമാക്കി മുന്നേറുകയാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നുള്ള ആ വലിയ ലക്ഷ്യം സ്വന്തമാക്കാൻ അത് പൗരോഹിത്യത്തിലൂടെ തീരുകയല്ല, പൗരോഹിത്യത്തിലൂടെ കൂടുതൽ താല്പര്യത്തോടും സന്തോഷത്തോടും പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ഡീക്കൻ. ഡീക്കന് ഈ ഒരു ഉദ്യമം ഏറ്റവും സന്തോഷപ്രദവും അതുപോലെ ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു അവസരവുമായി തീരട്ടെ. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ പൗരോഹിത്യ ജീവിതം എന്നും കുടുംബത്തിനും അച്ഛനും ഡീക്കനും ഇത് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.